ഇനി എള്ളും പൂവും കയ്യിലെടുക്കുക. ഇനി അതിലേക്ക് വെള്ളം തളിച്ച് പിണ്ടത്തിലേക്ക് സമർപ്പിച്ചോളൂ. ഏട്ടത്തിയമ്മേ, ഹലോ. പാറുവിന് പൊട്ട് മാത്രം പോരാ, ഒരു ചന്ദനക്കുറി കൂടി വേണം. അത് ശരിയാ, ഒരു ചന്ദനം കൂടി ഉണ്ടെങ്കിൽ ഈ മുഖത്തെ തിളക്കം ഇരട്ടിക്കും. കുറിയേ ഞാൻ തൊട്ടേ. ആ, നീ തൊട്ടാ മതി, പക്ഷെ നല്ല ഭംഗിയായിരിക്കണം. ആ, അതൊക്കെ നോക്കൂ. ഏട്ടത്തിയമ്മയ്ക്ക് എങ്ങനെ കുറി തൊട്ട് കൊടുക്കണമെന്നൊക്കെ എനിക്കറിയാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഏട്ടത്തിയമ്മ ലുക്ക് ഗുഡ്. ഡി, നീ ഒരു ഡോക്ടർ മുമ്പീന്നാ ഈ പൊട്ട ഇംഗ്ലീഷ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഏട്ടത്തിയമ്മക്ക് മനസ്സിലായില്ലേ? ആ, കണ്ടോ കണ്ടോ കണ്ടോ, മനസ്സിലായി. അത് മതി. ഇനി എന്റെ ഇംഗ്ലീഷിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഏട്ടത്തിയമ്മല്ലേ നിൽക്കുന്നേ. ഞാൻ ഏട്ടത്തിയമ്മയോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തോളാം. ഇനി ഏട്ടത്തിയമ്മയ്ക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അമ്മേ ദേവി, ഏട്ടനാ, ഏട്ടൻ തുടങ്ങി. പാറു വാ, ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. വാ 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 എടുത്തേ. നോക്ക്, എന്റെ കരിനീലിക്കാവലമ്മേ, മഹാമായ കാത്തുരക്ഷിക്കണേ. എന്റെ കുടുംബത്തിനെന്നും തുണയായിരിക്കണേ. ഏട്ടത്തിയമ്മക്ക് ഏട്ടനെ ഒന്ന് കണ്ണെടുക്കാനേ തോന്നില്ല അല്ലേ? അല്ല, ഗിരിയേട്ടൻ എന്നും രാവിലെ ഇങ്ങനെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ആഹാ, ഉണ്ടോന്നോ? ഒരു ദിവസം പോലും ഏട്ടനിത് മുടക്കാറില്ല. പിന്നെ പനി പിടിച്ച് കിടന്നാൽ പോലും ഏട്ടൻ എണീറ്റ് കുളിച്ച് ഇവിടെ വന്ന് വിളക്ക് കത്തിക്കും. ഇത് ഏട്ടന്റെ മറ്റൊരു ചടങ്ങ്. ആയിരിക്കുന്ന 4 കുടുക്കാടും ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ളതാ. ഇനി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഏട്ടൻ ഈ കുടുക്കലിൽ പണം ഇടും. ആയിരിക്കുന്നതേ രത്നീച്ചിയുടേതാ. ഏട്ടൻ ഇപ്പൊ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് ഏട്ടൻ നമുക്കറിയോ? ഏട്ടൻ പ്രാർത്ഥിക്കുന്നത്, എന്റെ കരിനീലിക്കാവലമ്മേ, എന്റെ രത്നമോക്ക് അവളുടെ പഠിപ്പിനും സ്വഭാവത്തിനും അനുസരിച്ചുള്ള ഒരു നല്ല പയ്യനെ തന്നെ വരനായി കിട്ടണേ. അത് എനിക്കുള്ളതാ. രശ്മി ചേച്ചിക്ക് വേണ്ടി ഏട്ടൻ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് കേൾക്കണം ഏട്ടത്തിയമ്മയ്ക്ക്. കരനീലിക്കവലമ്മേ, രശ്മിക്ക് ഇത്തിരി കുസൃത്തരം വായടത്തരം കൂടുതലാ.
അതെ, വക്കീലിനെ കാണാൻ ഇന്ന് തന്നെ പോണം. പോണം. പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. വക്കീലന്മാരെ പരിചയമില്ല. അതാലോചിച്ച് ടെൻഷൻ ആവണ്ട. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഉണ്ട്. നമുക്ക് ആ അഡ്വക്കേറ്റിനെ പോയി കാണാം. അവരോട് എന്ത് പറയണമെന്നൊക്കെ എനിക്കറിയാം. ഗിരിയേട്ടൻ വെറുതെ എന്റെ കൂടെ നിന്ന് തന്നാ മതി. ഞാനൊന്ന് പോയി കട പറഞ്ഞിട്ട് വരാം. വേഗം വരണം. ഏട്ടാ, അല്ല ഏട്ടനിത് എവിടെ പോവാ? കട തുറക്കാൻ പോവാ? ആ. ഈ കല്യാണമൊക്കെ ആയിട്ട് കുറെ ദിവസം അടച്ചിട്ടിരുന്നല്ലേ, കട തുറക്കായിരുന്നു എങ്ങനെ? കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് കട ഓർക്കാൻ ധൃതിയായോ? ഏട്ടൻ ഏട്ടത്തിയമ്മയുടെ കൂടെ ഇവിടെ ഇരുന്നാ മതി.